ശക്തി നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ആശ്ചര്യവത് പശ്ചതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ജാന്യ ആശ്ചര്യവശ്ചേനമന്യശൃണോതി ശ്രുത്വാപ്യേനം നൈവ വേദന കശ്ചിൽ. ആശ്ചര്യമാണ് ഭഗവാന്റെ അത്ഭുതം. ഭഗവാന്റെ ലീലകളൊക്കെ അത്ഭുതം തന്നെയാണ്. ഭഗവാന്റെ രീതികളൊക്കെ അത്ഭുതം തന്നെയാണ്. അപ്പം നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഭഗവാനിൽ ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്. ഇനി ഈവൻ ഒരു ജീവജാലം പോട്ടെ, എല്ലാ വസ്തുക്കളിലും ഒരു കല്ലിലുമുണ്ട്. നോക്കൂ, നിങ്ങളൊരു ചെറിയ ഈ മൈക്ക് ഇതിലുമുണ്ട്, ഈ പുസ്തകത്തിലുമുണ്ട് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഒക്കെ ഉണ്ട്. ഈ പുസ്തകത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വളരെ സൂക്ഷ്മമായി ഒരു ഫിസിസിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നില്ലേ? ഇതിനുള്ള ആറ്റഗണികകളിൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നില്ലേ? കുറച്ചൊരു സയൻസ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഉണ്ടാവില്ലേ എന്നല്ല, ഉണ്ട്. അത് എങ്ങനെ സഞ്ചരിക്കണം, ഏത് റൂട്ടിൽ സഞ്ചരിക്കണം എന്നൊരു നോളജ് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ? ഇലക്ട്രോണുകൾ ന്യൂട്രോണുകൾ ചുറ്റും അതിങ്ങനെ കറങ്ങുന്നു, ഒരു റിത്തത്തിലാണത് കറങ്ങുന്നത്. ഉണ്ടാവില്ലേ? ഉണ്ട്. അതിൽ ക്രിയയുണ്ട്, അതിൽ ജ്ഞാനമുണ്ട്. എത്ര കാലം ഈ പുസ്തകം ഇങ്ങനെ നിലനിൽക്കണം എന്നൊരു ഇച്ഛയും അതിലുണ്ട്. കുറേ കാലം കഴിഞ്ഞാൽ ഈ പുസ്തകവും കേടുവരും. ഉണ്ടോ ഇല്ലയോ? ഒരു ചെടിയിലുമുണ്ട് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇല്ലേ? ആ ചെടി പുറമേ നിന്ന് വായു വലിച്ചെടുക്കുന്നുണ്ട്, ക്രിയ നടക്കുന്നുണ്ടോ? ഇത്ര കാലം നിലനിൽക്കണം എന്നുള്ളൊരു ഇച്ഛയുണ്ട്, അതിൽ ഉണ്ടോ? അതിലുമുണ്ടൊരു നോളജ്, ഏതിനെ പുറത്തു വിടണം, ഏതിനെ സ്വീകരിക്കണം എന്ന്. ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വസ്തുവിലും ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്. ഇനി നമ്മൾ കൂടുതലൊന്നും പുറമേക്ക് നോക്കി പഠിക്കേണ്ട. നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് ഏത് പിണ്ഡത്തിലുണ്ടോ അത് ബ്രഹ്മാണ്ടത്തിലുണ്ട്. അപ്പം നിങ്ങൾ ലോകം എടുത്ത് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം എന്തിനെ പഠിച്ചാൽ മതി? നമ്മളെ എടുത്ത് പഠിച്ചാൽ മതി. ഋഷീശ്വരന്മാരുണ്ടല്ലോ, പുറമേയുള്ള ഒന്നിനെ ഉപദ്രവിച്ചിട്ടില്ല. ഈ മോഡേൺ സയൻറ്റിസ്റ്റുകൾ ചെയ്തതുപോലെ പുറമേ ഒന്നിനും നശിപ്പിച്ചിട്ടില്ല. അവർ പഠിച്ചതൊക്കെ തന്നെ ഇരുന്നു കൊണ്ട് പഠിച്ച് തന്നിലൂടെ അവർ ലോകശാസ്ത്രം മനസ്സിലാക്കിയവരാണ്. നമ്മുടെ സ്വന്തം ശരീരം എടുത്തു നോക്കൂ. നമ്മൾ ഉറക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ലേ? ഉണ്ടല്ലോ. ശരീരത്തിൽ ദഹനം നടക്കുന്നുണ്ടല്ലോ, ക്രിയകൾ നടക്കുന്നുണ്ടല്ലോ. ഉണ്ടോ ഇല്ലയോ? ബ്ലഡ് എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളെ കൊടുക്കണം, ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ സപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ജ്ഞാനമുണ്ടല്ലോ ശരീരത്തിൽ, ഉണ്ടല്ലോ. ഈ ശരീരം എപ്പോൾ ഉണരണം, എപ്പോൾ ഇത് അസ്തമിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇച്ഛയും ഇതിലുണ്ടല്ലോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് വസ്തുവിലും ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്. അപ്പം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപത്തോടു കൂടിയത് കൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ അങ്ങനെ ഒരു മന്ത്രമുണ്ടല്ലോ. ദേവിയെ വർണ്ണിക്കുന്ന സമയത്ത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി നമ. ഇനി ഇതിൻ്റെ വികാസമാണ് ഈ പ്രപഞ്ചം. എങ്ങനെയൊക്കെയാണ് വികസിപ്പിക്കുന്നത്? ഭഗവാൻ പറയുന്നു, ആദ്യം ഇതിൽ ഇടപഴകുന്നത് കാലമാണ്. ആരാണ്? കാലം. നമുക്ക് നമ്മളിൽ നോക്കി പഠിക്കാം. ഓരോ കുട്ടിയും ജനിക്കുന്ന സമയത്ത് ആണാണെങ്കിൽ അവനിൽ അച്ഛനാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു പെൺകുട്ടിയാണെങ്കിൽ അമ്മയാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആര് വരണം? ആര് പ്രകടമാവണം? കാലം പ്രകടമാവണം. അപ്പം കാലം വരുന്നതോടുകൂടി ഈ കാലം എവിടുന്ന് വന്നു? കാലം വന്നിരിക്കുന്നതും എല്ലാ ശക്തികളും കാലവും എല്ലാം അതിൽ തന്നെയാണ്. അതിങ്ങനെ കാലം വരുന്നത്? സ്വാമി ഇപ്പം 3 എണ്ണല്ലേ പറഞ്ഞുള്ളൂ. ഇത് 3 വികസിക്കണമെങ്കിൽ ആരും വേണം? കാലവും വേണം. അത് എവിടുന്ന് വന്നു എന്നുള്ളത് ക്രമേണ നമുക്ക് മനസ്സിലാക്കാം. അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങളെ സംശയിപ്പിക്കുന്ന, നിങ്ങളെ ഉത്തരം മുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ആദ്യം നമ്മൾ തുടക്കക്കാരാണ്, നമ്മൾ തുടങ്ങിപ്പോവാം. അപ്പോൾ കാലത്തിൻ്റെ പ്രേരണ. അപ്പം കാലത്തിൻ്റെ പ്രേരണ വന്നപ്പോൾ ആദ്യം തന്നെ കാലം ഒരു പ്രേരണ ഉണ്ടാക്കി. അപ്പോൾ കാലം പ്രേരണ ഉണ്ടാക്കിയപ്പോൾ എന്താ പ്രേരണ? ഇച്ഛ വന്നു. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം വന്നു. ഒരു കുട്ടിയുടെ ജീവിതം എടുത്ത് നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും. ഒരാൺകുട്ടി, അവനിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, അവർ രണ്ടുപേർക്കും പ്രായമായി.
കാമം എന്നൊരു ഇച്ഛ വന്നു. എവിടെയാ വരുന്നത്? മനസ്സിൽ വന്നു. ആ കാമം എന്നൊരു ഇച്ഛ അത് പിന്നീട് ആയിത്തീരുന്നത് കർമ്മത്തിലേക്ക് എത്തിക്കുകയാണ്. എനിക്ക് എന്താണ്? ബഹുസ്യാം പ്രജായേതി, ഇനിയും ഉൽപ്പാദിപ്പിക്കണം, ഇനിയും ആളുകൾ വേണം, എനിക്ക് ആനന്ദം അനുഭവിക്കണം, ഒരു ഇച്ഛ വന്നു. അവിടെ ഇച്ഛ മാത്രമല്ല, അറിവും കൂടെയുണ്ട്. അതെന്താ അറിവ്? ഒരു കമ്പ്യൂട്ടറിന് ഇല്ലാത്ത അറിവ് നമുക്കുണ്ട്. മനുഷ്യനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പെട്ടുപോകുന്നത് ഇവിടെയാണ്. ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി അല്ലെങ്കിൽ റോബോട്ടിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു അറിവുണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഇൻഫർമേഷനൊക്കെ തരും. ഇൻ്റർനെറ്റിലൂടെ എല്ലാ ലോക ഇൻഫർമേഷനും കിട്ടും. പക്ഷേ അതിനൊരു പാറ്റേണിൽ മാത്രമേ നമുക്ക് അറിവ് തരാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ സ്വാമി? അതിൻ്റേതായിട്ടുള്ള ഒരു പാറ്റേൺ. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു റിമോട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നോളജ് ഉണ്ട്. അതിന് ഇന്നെ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇന്നെ സിഗ്നൽ അതിൽ വരുന്ന സമയത്ത് അത് ആ സെൻസർ വെച്ചിട്ട് അത് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ വകതിരിച്ചുകൊണ്ടുള്ള അറിവ് അവർക്കൊന്നുമില്ല. അതാർക്കേ ഉള്ളൂ? മനുഷ്യന്. മനസ്സിലായില്ലേ സ്വാമി? അതായത് കാമം വന്നു. ഒരു സ്ത്രീയോട് കാമം വന്നു. കാമം വരുന്ന സമയത്ത് അമ്മയും സ്ത്രീയാണ്, സഹോദരിയും സ്ത്രീയാണ്, മുത്തശ്ശിയും സ്ത്രീയാണ്, അതുപോലെ തന്നെ അനിയത്തിയും സ്ത്രീയാണ്. ഇവരൊക്കെ സ്ത്രീയാണെങ്കിലും എല്ലാവരോടും ഒരേ വികാരം നമുക്ക് തോന്നുമോ? ഒരു വകതിരിവുള്ളൊരു വിവേകമില്ലേ? ഇല്ലേ? ഒരറിവുണ്ടല്ലോ അവിടെ. ആരോട് കാമം കാണിക്കണം, ആരോട് കാമം കാണിക്കരുതെന്ന്. ഇത് യന്ത്രങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുമോ? മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്. ഇന്നത്തെ ബയോടെക്നോളജിയിൽ നമുക്കൊരു പാറ്റേൺ ഇൻ്റലിജൻസ് കൊടുക്കാൻ സാധിക്കുമെങ്കിലും നമ്മളെപ്പോലെ വകതിരിച്ചുകൊണ്ടുള്ള ഒരറിവും ലോകത്തിൽ ഇന്നേ വരെ ഒരാൾക്കും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇപ്പം ചെടികളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും അവരുടെ വർഗത്തിൽ നിന്ന് വിട്ട് മറ്റൊന്നിനോട് ഇടം ചേരില്ല. ഉണ്ടോ? അതെന്തുകൊണ്ട്? കാരണം അവരുടെ ഉള്ളിൽ അതിനോട് മാത്രമേ ചേരാവൂ എന്നുള്ളൊരു അറിവ് അതിനുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു അറിവ് നമ്മളിൽ പ്രവർത്തിച്ചു. അപ്പം ആ കാലം വന്നു. കാലത്തിൽ നിന്ന് കാമമുണ്ടായി, ഇച്ഛ വന്നു. ഇച്ഛയുടെ കൂടെ തന്നെ വേർതിരിച്ചറിയാനുള്ള അറിവ് വന്നു. പിന്നീട് എന്തു വന്നു? കർമ്മം വന്നു. കർമ്മത്തിൽ നിന്ന് ബീജമുണ്ടാവുന്നു, ബീജത്തിൽ നിന്ന് സന്താനമുണ്ടാവുന്നു. എങ്ങനെയാണോ സൃഷ്ടി വരുന്നത്? ഒന്നുകൂടി പറയാം. കാമം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി എടുക്കണം? വെറും കാമമല്ല, വിവേകത്തോടുകൂടിയ കാമമാണ്. അതിൻ്റെ കൂടെ കാമം വന്നു, കർമ്മം വന്നു, കർമ്മത്തിൽ നിന്നും ബീജം വന്നു, ബീജത്തിൽ നിന്നും സന്താനം വരുന്നു. ഇങ്ങനെയല്ലേ സൃഷ്ടി വരുന്നത്? സ്വാമി മനസ്സിലാവുന്നില്ലല്ലോ. വേണ്ട, നിങ്ങളൊരു വീട് വയ്ക്കുന്നു. വീട് നിങ്ങളുടെ സൃഷ്ടിയാണ്. ആദ്യം നമുക്ക് കാലം അനുകൂലമായി വരണം. നിങ്ങൾ വീട്ടിൽ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് കാലം അനുകൂലമായി. ഇനി നിങ്ങൾക്ക് വീട് വെക്കണം എന്നുള്ളൊരു കാമം എന്ന് വെച്ചാൽ ആഗ്രഹം വന്നു, ഇച്ഛ വന്നു. അതും എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, എത്ര വലിയ വീട് വേണം എന്നുള്ളൊരു ജ്ഞാനവും വന്നു. ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. വീട് വെക്കാൻ നമുക്ക് സമ്പത്തും സമൃദ്ധിയും വേണം. അപ്പം കർമ്മം ചെയ്യുന്നു. അതിൽ നിന്ന് ബീജമായ പണം വരുന്നു. ആ ബീജം കൊണ്ട് നമ്മൾ വീട് കെട്ടുന്നു, സന്താനം വന്നു. ഇങ്ങനെ ഏത് മേഖലയിലേക്ക് നോക്കിയാലും കാലം, കാമം, ജ്ഞാനം, വേണമെങ്കിൽ ജ്ഞാനം വെച്ചോളൂ നിങ്ങൾ, കർമ്മം, ബീജം, സന്താനം, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം സൃഷ്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഉത്ഭവം കാലത്താൽ പ്രേരിതമാണ്. കാലം പ്രേരിപ്പിക്കുന്ന സമയത്ത് അന്തർലീനമായിരിക്കുന്ന കാമവും ജ്ഞാനവും പ്രകടമായി പിന്നീട് കർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ച് ആ കർമ്മത്തിലൂടെ പിന്നീട് വിശാലമായി തീർന്നതാണ് ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന ശക്തികൾ അത് വികസിച്ചപ്പോൾ ഈ പ്രപഞ്ചമുണ്ടായി. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയാം. അപ്പം സ്വാമി ഈ ഭൂമിയും നക്ഷത്രങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്? ഇതെല്ലാം ഉണ്ടായതിൻ്റെ പിന്നിലും അവിടെയും എന്തുണ്ട്? കാലം, കാമം, ജ്ഞാനം, കർമ്മം, ബീജം, ഇതെല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ സ്വാമി?
മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത് വല്ലതും? ഇതെല്ലാം ഉണ്ട്. എങ്ങനെ മനസ്സിലായി? ഇല്ല സ്വാമി എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നു ഇപ്പോൾ സൂര്യനും ചന്ദ്രനും, ഇപ്പം നമ്മുടെ കാര്യത്തിലൊക്കെ, പക്ഷേ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ വന്നു എന്നിപ്പോൾ എങ്ങനെയാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക? കുറച്ചും കൂടി നിങ്ങൾ സയൻറ്റിഫിക് ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ പ്രദക്ഷിണം വയ്ക്കുന്നു. ഒരു പ്രത്യേക സ്പീഡിലാണ് അവരൊക്കെ ഗ്രഹങ്ങളൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്നത്. അതും ഒരു പ്രത്യേക ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഒരു നോളജ് അതിൻ്റെ പിന്നിലില്ലായിരുന്നെങ്കിൽ ഇവർ കൂട്ടിമുട്ടില്ലായിരുന്നോ? ഉണ്ടോ? അതിൻ്റെ പിന്നിലൊരു നോളജ് ഉണ്ടാവില്ലേ? അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു ഇച്ഛ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? ഇപ്പം നമ്മുടെ ഹൃദയത്തിൽ 4 അറകളുണ്ട്. അതിലൂടെ ബ്ലഡ് പോകണം, അതെവിടെ പ്യൂരിഫൈ നടക്കണം, കിഡ്നി എത്ര പ്യൂരിഫൈ ചെയ്യണം, എല്ലാ സിസ്റ്റത്തിനൊരു ഓർഡർലി ഉണ്ടല്ലോ. എല്ലാം തോന്നിയതുപോലെയാണോ നടക്കുന്നത്? അപ്പം അതിൻ്റെ പിന്നിലൊരു ജ്ഞാനമുണ്ട്, ഇച്ഛയുണ്ട്, കർമ്മം നടക്കുന്നുണ്ടല്ലോ. എവിടെ നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇനി എങ്ങനെ ഇത് വികസിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, പ്രപഞ്ചം വികസിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രാണന്റെ പ്രവർത്തനമാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാണപ്രവർത്തനമാണ്. ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ബീജമായി തീരണമെങ്കിൽ പ്രാണൻ പ്രവർത്തിക്കണം. ആ പ്രാണന്റെ പ്രവർത്തനം കൊണ്ട് ബ്ലഡ് ചൂടാകുന്നു. ചൂടാകുന്ന ബ്ലഡിൽ നിന്നും അത് പ്രോസ്റ്റേഷൻ ഗ്രന്ഥികൾ വഴി അത് ബീജമായി തീരുന്നു. ഒരു സ്ത്രീയുടെ ശരീരത്തിലാണെങ്കിൽ അണ്ഡമായി തീരുന്നു. പിന്നീട് അത് രണ്ടും പ്രാണനാണ് അവിടെ എത്തിക്കുന്നത്. ഒരു ആണിൻ്റെ ശരീരത്തിൽ നിന്ന് ബീജത്തെ, അത് വെള്ളമായിരിക്കുന്ന ബീജത്തെ ഇജാക്കുലേറ്റ് ചെയ്ത് അത് ഗർഭപാത്രത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആര് വേണം? പ്രാണന്റെ പ്രവർത്തനം വേണം. അങ്ങനെ പ്രാണന്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രപഞ്ച വ്യവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ അതെങ്ങനെയാണ് സ്വാമി ഉണ്ടാകുന്നത്? പ്രാണന്റെ പ്രവർത്തനം കൊണ്ട് 2 ശക്തികൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു സ്ഫോടനമുണ്ടായി എന്ന്. ഇവിടെ 2 ശക്തികൾ ചേരുമ്പോഴാണല്ലോ മൂന്നാമതൊന്നുണ്ടാവുന്നത്. കേവലം ഒരു പുരുഷന്റെ ശരീരം മാത്രം വിചാരിച്ചാൽ സൃഷ്ടി നടക്കുമോ? അപ്പോൾ ഇവിടെ ഒരു പുരുഷന്റെ ശക്തിയും വേണം, ഒരു സ്ത്രീ ശക്തിയും വേണം, ഒരു ദുർബല ശക്തിയും വേണം, ഒരു സ്ട്രോങ് ശക്തിയും വേണം. ഇപ്പം ഈ ദുർബല ശക്തിയെ നമ്മുടെ പൂർവികന്മാർ അതിനെ പ്രകൃതിയുടെ ജീവഭാവമെന്നും സ്ട്രോങ് ശക്തിയെ ഈശ്വരഭാവം എന്നും വിളിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നെഗറ്റീവാണ്, മറ്റൊന്ന് പോസിറ്റീവാണ്. ഇത് രണ്ടും ചേരുന്ന സമയത്ത്, കൂട്ടിമുട്ടുന്ന സമയത്ത് അതിൽ നിന്ന് പല രൂപങ്ങളും പ്രകടമാവുന്നു. ഒന്നുകൂടി പറയാം, 2 ശക്തികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് അതിൽ നിന്ന് അഗ്നി ഉണ്ടാവുന്നു, അഗ്നിയിൽ നിന്ന് വെള്ളമുണ്ടാകുന്നു, വെള്ളത്തിൽ നിന്ന് സോളിഡ് ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ നിങ്ങൾ. ശരീരത്തിൽ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരം ചേരുന്ന സമയത്ത് ആ കാമം എന്ന വികാരം കൊണ്ട് പ്രാണപ്രവർത്തനം ഉണ്ടാകുന്നു. ആ പ്രാണപ്രവർത്തനം കൊണ്ട് രക്തം ചൂടാകുന്നു, അഗ്നി ഉണ്ടാകുന്നു. ആ അഗ്നി കൊണ്ട് ബീജമുണ്ടാകുന്നു. ഇത് രണ്ടും ബീജവും അണ്ടവും കൂട്ടിമുട്ടുന്നു, അത് വെള്ളമാണ്. പിന്നീട് അത് ഘനീഭവിച്ച് ഒരു കുട്ടിയുടെ രൂപം സോളിഡ് ഉണ്ടാകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ നമ്മൾ സൃഷ്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് സൂക്ഷ്മമായ പ്രാണന്റെ ശക്തിയായിരുന്നു. അതിനെയാണെന്ന് സയൻറ്റിസ്റ്റുകൾ എനർജി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മാറ്ററിനെ കാണാൻ സാധിക്കും, ഏതിനെ കാണാൻ പറ്റില്ല? എനർജിയെ കാണാൻ പറ്റില്ല. പ്രാണനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് ഈ പ്രപഞ്ചങ്ങളൊക്കെ വികസിച്ചു വന്നത്. അടിസ്ഥാനപരമായി നമ്മൾ കാണുന്നത് ഇതെല്ലാം തുടങ്ങുന്നത് കാലപ്രേരിതമായ എവിടെ നിന്നാണ്? കാമങ്ങളിൽ നിന്നാണ്, ആഗ്രഹങ്ങളിൽ നിന്നാണ്, ഇച്ഛകളിൽ നിന്നാണ്. അപ്പം അങ്ങനെ വികസിച്ചതാണ് ഈ പ്രപഞ്ചമെങ്കിൽ അവസാനം എന്തുണ്ടാവുന്നു? ക്രമേണ നാം ഇച്ഛകളോട് കൂടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതിലെല്ലാം നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല സൃഷ്ടിച്ചത്. നമ്മുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു അച്ഛൻ മാത്രം വിചാരിച്ചാൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പലരുടെയും പ്രവർത്തനം കൊണ്ട്, പലതിൻ്റെയും സഹായം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിൽ എന്ത് ചെയ്യണോ? അത് എൻ്റെയാണെന്ന് നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിയിൽ എൻ്റേതെന്നും എൻ്റേതല്ലാത്തതെന്നും എന്നുള്ളൊരു ലോകത്തെ ഇവിടെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ എൻ്റേത് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ലോകം നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരേപോലെയല്ല ഉണ്ടാക്കുന്നത്, ആണോ? നിങ്ങളുടേതെന്ന് പറയുന്ന ലോകമേ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുള്ളൂ. നിങ്ങളുടേതെന്ന് പറയുന്ന സൃഷ്ടിയെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുള്ളൂ. എല്ലാം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുമോ? ഇല്ല. അപ്പം അങ്ങനെ നമ്മൾ അതിൽ ക്ലെയിം ചെയ്തിരിക്കുന്നു.
അതുകൊണ്ട് ഇവിടെ നിങ്ങളത് മനസ്സിലാക്കൂ. ഈ പ്രപഞ്ചം മുഴുവൻ വികസിപ്പിച്ചതിൻ്റെ പിന്നിൽ കാലപ്രേരിതമായ ഇച്ഛയാണ്, കാമമാണ്. ആ കാമത്തിൽ നിന്ന് കർമ്മമുണ്ടാവുന്നു, കർമ്മത്തിൽ നിന്ന് ബീജമുണ്ടാവുന്നു, ബീജത്തിൽ നിന്ന് സന്താനമുണ്ടാവുന്നു. ഇത്രയും മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. കാലം, കാമം, കർമ്മം, ബീജം, സന്താനം, എല്ലാം അങ്ങനെയല്ലേ? പക്ഷേ ഈ കാമവും കാലവും കർമ്മവും ഇതൊക്കെ ആരുടെ സാന്നിധ്യത്തിലാണ് പ്രകടമാവുന്നത്? ഇതൊക്കെ നമുക്ക് അറിഞ്ഞ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഏത് ശരീരത്തിലേ നടക്കുള്ളൂ? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം വന്നിരിക്കുന്നത് ആരിൽ നിന്നാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നാണ്. ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, നാരായണ പരാവേദാം ദേവാ നാരായണ പരാം ദേവാ നാരായണാംഗജാം നാരായണ പരാലോക നാരായണ പരാമക നാരായണ പരോ യോഗോ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. നാരായണ പരാവേദ, അറിയേണ്ടത് നാരായണനെയാണ്. അംഗജ, ദേവന്മാര്, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ വരുന്നത് നാരായണനിൽ നിന്നാണ്. നാരായണ പരാലോക, ഈ ലോകം വിസ്തീർണമായി വന്നതും നാരായണനിൽ നിന്നാണ്. നാരായണ പരാമക, മഖം എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങൾ, കർമ്മങ്ങൾ, അതും നാരായണനിൽ നിന്നാണ്. നാരായണ പരോ യോഗോ, യോഗങ്ങൾ വികസിച്ചതും നാരായണനിൽ നിന്നാണ്. നാരായണ പരം തപ, തപവും നാരായണനിൽ നിന്നാണ്. നാരായണ പരം ജ്ഞാനം, ജ്ഞാനവും വന്നത് നാരായണനിൽ നിന്നാണ്. അവസാനം എത്തിച്ചേരേണ്ടതും നാരായണ പരാഗതി എവിടുന്നാണ്? നാരായണനിലാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ, നാരായണൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം നാരത്തിൽ